ആഴ്ച മുഴുവൻ അവിടെ ഞങ്ങളെ പരിപാലിച്ചല്ലോ. ഈ ആഴ്ചയുടെ ആദ്യ ദിവസം ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. ഓരോ ദിവസവും അങ്ങയുടെ കൃപയാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. ഓരോ ദിവസവും അങ്ങയുടെ കരുണയുടെ കരത്തിലാണ് ഞങ്ങളെ വഹിച്ചത്. വീഴാതോടെ ഞങ്ങളെ നിർത്താമെന്നുള്ള വാചക പ്രകാരം, പിതാവിൻ്റെ സന്നിധിയിൽ ആനന്ദത്തോടെ നിർത്താമെന്നുള്ള വാചക പ്രകാരം ഓരോ ദിവസവും ഈ ക്രിസ്തീയ ജീവിതയാത്രയിൽ ഈ മരുഭൂ പ്രയാണത്തിൽ ഞങ്ങളെ നടത്തുന്നത് ഓർത്ത് ഞങ്ങൾക്ക് നന്ദി പറയുന്നു കർത്താവേ. വിവിധ നിലകളിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. അതിൻ്റെ എല്ലാം മധ്യത്തിലൂടെയും അങ്ങയുടെ മുഖശോഭ കണ്ട് ഓരോ ദിവസവും അങ്ങയുടെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഞങ്ങളെ നടത്തി പരിപാലിക്കുന്ന അങ്ങയുടെ കൃപയെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ഇന്ന് രാവിലെയും അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ അങ്ങയുടെ നാമത്തിന് തക്ക മഹത്വം കരേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ദാസന്മാരെ ബലപ്പെടുത്തണമേ. കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് കൂട്ടി വരുത്തണമേ. ഒരുമിച്ച് ഞങ്ങളുടെ നാമത്തെ മാത്രം മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാവിലെയും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകൾ, ഞങ്ങൾ പാടുന്ന പാട്ടുകൾ, ഞങ്ങൾ പറയുന്ന സാക്ഷ്യങ്ങൾ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വചനത്തിന് മുമ്പിൽ ആയിരിക്കുന്നതെല്ലാം അങ്ങയ്ക്ക് പ്രസാദകരമായി തീരുവാനിടയാക്കണമേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഉള്ളത് കൊണ്ട് നന്ദി പറയുന്ന കർത്താവേ. അങ്ങയുടെ സ്പർശനം അനുഭവിച്ചവരായി, അങ്ങയുടെ ശബ്ദം കേട്ടവരായി, സമാധാനത്തോടും പ്രത്യാശയോടും മടങ്ങി ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. ആദിയോടൊന്നും അങ്ങയുടെ ആത്മാവ് തന്നെ സകലത്തെയും നിയന്ത്രിച്ച് നടത്തണം. അങ്ങയുടെ പുത്രൻ്റെ നാമത്തെ മാത്രം ഞങ്ങൾ മഹത്വപ്പെടുവാനിടയാക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനകളും കേട്ടതിന് നന്ദി, യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ നല്ല കർത്താവിനെ സ്നേഹാമേൻ ഹൃദയം നിറഞ്ഞ് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗമൃദുവനായ കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിന് മഹത്വവും കർത്താവിനെ ആരാധിപ്പാനും മുഖാന്തരമായി തീരട്ടെ. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ നാമത്തെ നമുക്ക് പാട്ടുകൾ പാടി മഹത്വപ്പെടുന്നതിന് മുമ്പേ ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിനെ സ്തുതിക്കാം. സൂമിലും ഈ സഭാഹോളിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ വന്ദനത്തെ അറിയിക്കുന്നു. 146 സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി വായിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. Psalm number 146. Let's read the psalm alternatively and the last verse together. 146 സങ്കീർത്തനം. യഹോവയെ സ്തുതിക്കുവിൻ എൻ മനമേ, യഹോവയെ സ്തുതിക്കുക. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിക്കുവാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. യാക്കോബിന്റെ ദൈവം സഹായമായി, തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു, അവൻ അനാഥനെയും വിധവയും സംരക്ഷണ ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. ചേർന്ന് വായിക്കാം. യഹോവ എന്നേക്കും വാഴും. സിയോനെ, നിന്റെ ദൈവം തലമുറയോളം തന്നെ യഹോവയെ സ്തുതിക്കുവീൻ. സങ്കീർത്തനത്തിന്റെ പ്രധാന ആഹ്വാനം എന്താണെന്ന് അറിയാമോ? നമ്മൾ വായിച്ചല്ലോ. യഹോവയെ സ്തുതിക്കുവീൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. ഇന്ന് രാവിലെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അവൻ അനുയോഗ്യനാണ്. സങ്കീർത്തനക്കാരന്റെ തീരുമാനമാണ്, ജീവനുള്ള അന്നും ഞാൻ യഹോവയെ വാഴ്ത്തും, ജീവനുള്ള അന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാൻ ഉള്ള കാലത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ കർത്താവിനെ സ്നേഹിച്ച് ആ സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന സ്തോത്രങ്ങൾ, സ്തുതികൾ, ആരാധനയായി ദൈവസന്നിധിയിൽ അർപ്പിപ്പാൻ ഇന്ന് രാവിലെയും കർത്താവ് കൃപ ചെയ്യട്ടെ. അവിടുത്തെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. നാം പാടുവാൻ പോകുന്ന പരിചിതമായ ചില ഗാനങ്ങളാണ്. അവിടെ സ്റ്റാൻസയിൽ എഴുത്തുകാരൻ പറയുന്നത്, നമ്മെ സർവം മറന്ന് തൻ്റെ സന്നിധിയിൽ മോദമോടുന്ന്. ഒരു പക്ഷെങ്കിൽ മോദത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ കഴിയാതെ വണ്ണം വിവിധ അനുഭവങ്ങളുടെ നടുവിലൂടെയൊക്കെ നാം കടന്നു പോകുന്നുണ്ടാകാം. അത് ശരിയാണ്, അതൊരു സത്യമാണ്. എന്നാൽ സങ്കീർത്തനക്കാരനോട് ചേർന്നും ഈ പാട്ടുകാരനോട് ചേർന്നും നമുക്ക് പറയാം, കർത്താവേ, ഞങ്ങൾക്ക് സന്തോഷിപ്പാൻ ഇവിടെ ഒന്നുമില്ല. നിത്യജീവൻ ഞങ്ങൾക്ക് ഉള്ളിൽ നൽകി തന്ന അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേറെ എന്തിലാണ് സന്തോഷിപ്പാൻ കഴിയുന്നത്? കാരണം സകലതും മാറി മറിയുന്ന ഈ ലോകത്ത്
മാറാത്തവനായി അങ്ങ് മാത്രമേ ഉള്ളൂ. അങ്ങ് തന്ന നിത്യജീവനാണ് ഞങ്ങളുടെ ഉള്ളത്, ഞങ്ങളുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് മോദത്തോടെ, ഞങ്ങൾക്ക് ആനന്ദത്തോടെ, ഞങ്ങൾക്ക് ശക്തിയോടെ കർത്താവിനെ സ്തുതിപ്പാൻ കഴിയും. ഹല്ലേലൂയ. സാഹചര്യങ്ങളെ മറന്നാണ് ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കിടക്കുന്ന അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, കർത്താവിൽ സന്തോഷിപ്പീൻ, കർത്താവിൽ സന്തോഷിപ്പീൻ. ബാക്കിയെല്ലാം മാറിപ്പോവും. മാറാത്തവനായി അവിടുന്ന് മാത്രമാ, അവിടുന്ന് നൽകിയ നിത്യജീവൻ നിത്യരക്ഷയാണ്. അതുകൊണ്ട് ചില ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ അവിടുന്ന് നമുക്ക് എന്തായി തീർന്നു എന്ന് ഓർത്തുകൊണ്ട് അവിടുത്തെ നാമത്തെ നമുക്ക് ഇന്ന് രാവിലെയും ഉയർത്താം. ഹല്ലേലൂയ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ, ആരാധിക്കാം യേശു കർത്താവിനെ. നീയൻ സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ പൂർണ്ണനായി. നീയൻ സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ഭാഗ്യവാൻ. നീയൻ സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ധന്യനാ. സന്നിധിയിൽ മോദമോടിന്ന് നമ്മെ സർവം മറന്ന് തൻ സന്നിധി ധ്യാനത്തോടിന്ന്. നമ്മെ സർവം മറന്ന് തൻ സന്നിധി നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ, ആരാധിക്കാം യേശു കർത്താവിനെ, ആരാധിക്കാം യേശു കർത്താവിനെ. ഓ ആരാധിക്കാം. ഹല്ലേലൂയ. ഞങ്ങളെ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. നീ എന്റെ സർവ്വനീതിയുമായതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. നീ എന്റെ സർവ്വനീതിയുമായതിനാൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. എന്റെ സ്വന്തം നീതിയല്ല, അങ്ങയുടെ നീതി എന്റെ മേൽ ചൊരിഞ്ഞ് അങ്ങയുടെ സന്നിധിയിൽ മക്കളാക്കി തീർത്ത് അങ്ങയുടെ കൃപയെ ഓർത്ത് ഞങ്ങളെ എനിക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ സ്റ്റാൻസ് ഒന്നുകൂടെ പാടി
ഹൃദയംഗമായി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. അവൻ എൻ്റെ നീതിയായി, അവൻ എൻ്റെ ശുദ്ധീകരണമായി, ഹല്ലേലൂയ, അവൻ എന്നെ രക്ഷിച്ചു, അവൻ എന്നെ വീണ്ടെടുത്തു, അവൻ എൻ്റെ നീതിയായി മാറി. എൻ്റെ സ്വന്തം പ്രവൃത്തികളല്ല, അവിടുത്തെ നീതിയുടെ വസ്ത്രത്താൽ ചുറ്റപ്പെട്ടവനായി ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് അത് മാത്രമാ. നീയൻ സർവനീതിയും ആയിത്തീർന്നതാ ഞാൻ നീയൻ സർവനീതിയും ആയിത്തീർന്നതാ ഞാൻ ഭാഗ്യവാൻ. നീയൻ സർവനീതിയും ആയിത്തീർന്നതാ ഞാൻ ധന്യനാ. ആരാധിക്കാം യേശു കർത്താവിനെ, ആരാധിക്കാം യേശു കർത്താവിനെ, ഓ ആരാധിക്കാം. ഹല്ലേലൂയ, ആരാധിക്കാം യേശു കർത്താവിനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ട്. അവൻ അതിന് യോഗ്യൻ, 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 യോഗ്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്. ഒരു ഗാനം കൂടെ ചേർന്ന് പാടി കർത്താവിന്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. സ്തോത്രമേ സ്തോത്രമേ പ്രിയ യേശു രാജനെന്നും സ്തോത്രം, പ്രിയ യേശു രാജനെന്നും സ്തോത്രം. സ്തോത്രമേ സ്തോത്രമേ പ്രിയ യേശു രാജനെന്നും സ്തോത്രം, പ്രിയ യേശു രാജനെന്നും സ്തോത്രം. പാപവും അതിൻ ഫലമാം ശാപങ്ങളുമെല്ലാം, പാപവും അതിൻ ഫലമാം ശാപങ്ങളുമെല്ലാം ക്രൂശിലേറ്റ സ്നേഹത്തെ ഞാൻ ഓർത്തു നന്ദിയോ
ഹല്ലേലൂയ. എണ്ണമില്ലാതെ തന്റെ നന്മകൾക്കായി ദൂതസഞ്ചയത്താൽ കാവൽ നൽകിയതിനായി, ദൂതന്മാരെക്കാൾ ഇഷ്ടമായ സ്ഥാനം നൽകിയതിനായി, അങ്ങനെ മക്കളാക്കി തീർത്തതിനായി, ആമേൻ. ദാസ്യാത്മാവിനെ അല്ല പുത്രത്വത്തിന്റെ ആത്മാവിനെ നൽകി തന്നതിനാൽ, സ്വർഗരാജ്യത്തിന്റെ വിശിഷ്ടമായ വേലയും ഭണ്ഡാരത്തിന്റെ കാവലും നൽകി തന്നതിനായി, പാപത്തിന്റെ അടിമയിൽ വീഴാതെ വണ്ണം കാക്കുന്നതിനായി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. അവിടുത്തെ നാമത്തെ സ്തോത്രം ചെയ്യുവാൻ രാവിലെ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah, 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 hallelujah. Oh, we praise you, Lord, we praise you, Lord, we praise you, Lord, we praise you, Lord. നന്ദി പറയുന്നു. Hallelujah, 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 hallelujah. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിന്റെ നാമം ഇന്ന് രാവിലെ മഹത്വപ്പെടുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ദാസൻ ജെയ്സൺ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിൽ കടന്നു വന്ന് അങ്ങയുടെ എണ്ണമില്ലാത്ത നന്മകളെയും വീണ്ടെടുപ്പിനെയും ഒരു പ്രാവശ്യം കൂടെ അങ്ങേ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, മഹത്വപ്പെടുത്താൻ ഒരു അവസരം കൂടെ ഞങ്ങൾക്ക് തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങേ പാടി സ്തുതിച്ച് ആരാധിപ്പാൻ കൃപ തന്നതിനായി നന്ദി. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും ദൈവത്തിന് വലിയ സാന്നിധ്യം വ്യാപരിപ്പാൻ കൃപ ചെയ്യണമേ. വചനത്തിലൂടെ ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണമേ. ദൈവിക സാന്നിധ്യാദിയോടൊന്നും വ്യാപരിപ്പാൻ കൃപ ചെയ്താട്ടെ. അനുഗ്രഹ നിറവോട് അയച്ചാട്ട് മഹത്വം എടുത്താട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എല്ലാവർക്കും കർത്താവിന്റെ സന്നിധിയിലിരിക്കാം. കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് വീണ്ടും സന്തോഷത്തോടും സമാധാനത്തോടും പ്രത്യാശയും കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഇടവരുത്തുന്നല്ലോ. കർത്താവിൻ്റെ നാമത്തെ നമുക്ക് തുടർന്നും വാഴ്ത്താം. Now it's a time for the youngsters to come forward and share their memory verses. I'm coming back to the heart of worship, and it's all about you. It's all about you, Jesus. I'm sorry, Lord, for the thing I've made it. When it's all about you, it's all about you, Jesus. I'm coming back to the heart of worship. When it's all about you, it's all about you, Jesus. I'm sorry, Lord, for the thing I've made it. When it's all about you, it's all about you, Jesus. 2 Corinthians 13:14. May the grace of the Lord Jesus Christ, the love of God, and the fellowship of the Holy Spirit be with you all. Shout for joy to the Lord, all the earth. Worship the Lord with gladness. Come before him with joyful song. 2 Corinthians 3, verse 14. May the grace of the Lord Jesus Christ and the love of God and the fellowship of the Holy Spirit be with you all. 2 Corinthians 13:14. And the grace of the Lord Jesus Christ and the love of God and the fellowship of the Holy Spirit may be with you all. 2 Corinthians 30 verse 14. May the grace of our Lord Jesus Christ and the love of God and the fellowship of the Holy Spirit be with you all. Fix your thoughts on what is true, honorable, right, pure,
lovely and admirable. Think about things that are excellent and worthy of praise. Philippians 4 verse 8. 2 Corinthians 13, verse 14. May the grace of the Lord Jesus Christ and the love of God and the fellowship of the Holy Spirit be with you all. You who are young, be happy while you are young. Follow the ways of your heart and what your eyes see. But know that for all these things, the Lord will bring you to judgment. Ecclesiastes 11, verse 6. Romans chapter 8, verse 12 and 13. Therefore, brethren, we are under obligation not to the flesh to live according to the flesh. But for if we live according to the flesh, we must die. But if by the Spirit we put to death the deeds of the body, we shall live. You did not choose me, but I chose you and appointed you, that you may go and bear fruits, and those fruits shall remain, that whatever you ask of the Father in my name, it shall be given to you. John 15:16. As for me and my house, the നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് കണ്ണടച്ച് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. ഈ തലമുണ്ട മധ്യത്തിൽ കർത്താവിൻ്റെ സാക്ഷികളായി അവർ നിൽക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവർ ചെറിയ പ്രായത്തിൽ തന്നെ നിറച്ച് കർത്താവിൻ്റെ സാക്ഷികളായി അവർ വളരും തോറും മനുഷ്യർക്കും ദൈവത്തിനും പ്രീതിയുള്ളവരായി ദൈവനാമ മഹത്വത്തിനായി വളരുവാൻ കർത്താവിടെ വരുത്തേണ്ടതിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ബെറ്റ്സൽ ബ്രദർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. സ്തോത്രം. യെസ് ലോർഡ്. ആമേൻ. കർത്താവിൻ്റെ പ്രാർത്ഥന എടുത്തനായ കർത്താവിന് നമുക്ക് നന്ദി പറയാമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഒരിക്കൽ കൂടി കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ഔട്ട് ഓഫ് ടൗൺ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും വന്ദനം പറയുന്നു. നമ്മുടെ കർത്താവിൻ്റെ ദാസനും ദാറിൽ ക്ഷേമത്തോടെ എത്തി അവരവിടെ ആയിരിക്കുന്നു, ശുശ്രൂഷയിൽ വ്യാപൃതരാക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ നാമം അവരിലൂടെയും അവിടെ മഹത്വപ്പെടുവാൻ കർത്താവ് ഇടയാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് അല്പസമയം ദൈവജനത്തിൻ്റെ കേൾവിക്കായി നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ഹല്ലേലൂയ. ആധാരമായി നമുക്ക് തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം, 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ട. അതിലൂടെ നമുക്ക് അല്പസമയം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നടത്തട്ടെ. ജീവിതത്തിൽ കടന്നു വരുന്ന, ജീവിതത്തിൽ മാത്രമല്ല ശുശ്രൂഷയിലും ജീവിതത്തിലും കടന്നു വരുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളുടെ നടുവിൽ എങ്ങനെ ഉറപ്പോടെ മുമ്പോട്ട് യാത്ര ചെയ്യാൻ കഴിയും? ഈ ഭാഗം കഴിഞ്ഞ അനേക മാസങ്ങളായി ഞാൻ ദൈവം അനുവദിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടിൽ നിന്ന് മടങ്ങി വന്ന ശേഷം ദൈവസന്നിധിയിലിരുന്നപ്പോൾ ഇതേ ഭാഗത്തു നിന്ന് കൂടുതൽ ആത്മീയ ഉൾക്കാഴ്ചകൾ ദൈവത്തിൻ്റെ ആത്മാവ് നൽകി തരികയുണ്ടായി. അത് നിങ്ങളുടെ മധ്യത്തിൽ ഷെയർ ചെയ്യുവാൻ എനിക്ക് സന്തോഷമുണ്ട്. മുമ്പോട്ട് എങ്ങനെ ഉറപ്പോടെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും? ഇങ്ങനൊരു പറച്ചിലുണ്ടല്ലോ, ലാസ്റ്റ് വേർഡ്സ് ആർ ലാസ്റ്റിംഗ് വേർഡ്സ്, അല്ലേ? അവസാനം പറയുന്ന വാക്കുകൾക്ക് ഭയങ്കര മൂല്യമുണ്ട്. അതാണ് എല്ലാവരും ഓർത്തിരിക്കുന്നത്. തൻ്റെ ശുശ്രൂഷയുടെ അന്ത്യത്തിലേക്ക് വരികയാണ്. ശുശ്രൂഷയുടെ മാത്രമല്ല, ജീവിതത്തിൻ്റെയും അന്ത്യത്തിലേക്ക് വരികയാണ്. 1-ാം ലേഖനത്തിൻ്റെ എഴുത്ത് പ്രകാരം നിജപുത്രനായ തിമത്തി, ട്രൂ ചൈൽഡ് തിമത്തി, ആ ട്രൂ ചൈൽഡ്, നിജപുത്രൻ, ആ പ്രിയ തിമത്തിക്ക്
രണ്ടാം ലേഖനത്തിലേക്ക് വന്നപ്പോൾ പറയുകയാണ്, ഡിയർ ചൈൽഡ്, പ്രിയ മകൻ. അഫെക്ഷൻ വർദ്ധിക്കുകയാണ്. താൻ വ്യക്തിപരമായി മരണം മുന്നിൽ കാണുകയാണ്. ശുശ്രൂഷയുടെ അന്ത്യം ആണെന്ന് തനിക്ക് മനസ്സിലായി. തെളിവുകൾ 4-ാം അധ്യായത്തിൽ താൻ പറയുന്നുണ്ട്, ഞാനിപ്പോഴേ പാനീയയാഗമായി ഒഴിക്കപ്പെടുകയും എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്ന ഏവർക്കും. 14ഓളം ലേഖനങ്ങൾ താൻ എഴുതി, 14ഓളം സഭകൾ താൻ സ്ഥാപിച്ചു, ഒരുപാട് ജനങ്ങളെ തിരുവെഴുത്ത് പഠിപ്പിച്ചു. കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നതനുസരിച്ച് അനവധി കഷ്ടങ്ങൾ താൻ സുവിശേഷ നിമിത്തം സഹിച്ചു. 3 മിഷണറി യാത്രകൾ താൻ ചെയ്തു. ഏകദേശം 16,000 കിലോമീറ്റർ അല്ലെങ്കിൽ 10,000 മൈൽ തുടങ്ങി 15,000 മൈൽ വരെ 24,000 കിലോമീറ്റർ ആ സമയത്ത് താൻ സഞ്ചരിച്ചു. മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ടർക്കി, സിറിയ, ഗ്രീസ്, സൈപ്രസ്, ലെബനോൻ, ഇസ്രയേൽ, റോം സഞ്ചരിക്കുകയാണ്. സുവിശേഷത്തിൻ്റെ ശക്തിയാൽ പിടിക്കപ്പെട്ടവനായി താൻ യാത്ര ചെയ്യുകയാണ്. He established churches throughout the Asia Minor, ഇപ്പോഴത്തെ ടർക്കി, ആ പ്രദേശത്ത്, യൂറോപ്പ്, ഇൻക്ലൂഡിംഗ് മേജർ സിറ്റീസ് ലൈക്ക് ഫിലിപ്പായി, തെസലോനിക്ക, കൊരിന്ത് സഭകൾ സ്ഥാപിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ദൈവജനം പൗലോസിൻ്റെ ജീവിതത്തോട് മുതൽ പഠിച്ചപ്പോൾ അദ്ദേഹം കർത്താവിനെ കണ്ടുമുട്ടിയത് 37 AD 37. അന്ന് ഏകദേശം 25 വയസ്സ് പ്രായം. മരിക്കുന്നത് 67. കൊല്ലപ്പെടുന്നു വയസ്സ് 60. ചെറിയ കാലയളവേ ഉള്ളൂ. പക്ഷെ വലിയൊരു ഇമ്പാക്റ്റ് തൻ്റെ ജീവിതത്തിലൂടെ തനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. തിമോത്തിയോസിന്റെ 2 ലേഖനങ്ങൾ താൻ എഴുതുന്നുണ്ട്. 1-ാം ലേഖനം താൻ എഴുതുമ്പോൾ റോമൻ കാരാഗൃഹത്തിൽ നിന്ന് മോചിതനായ ശേഷമാണ് താൻ ആ ലേഖനം എഴുതുന്നത്. 1-ാം കാരാഗ്രഹവാസത്തിൽ താൻ വെളിയിൽ വരുമെന്നൊരു പ്രതീക്ഷ താൻ പറയുന്നുണ്ട്. അത് ഫിലിപ്പിയ ലേഖനത്തിലാണ് പറയുന്നത്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്കത് പ്രയോജനമാണെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങളെ കണ്ട് വീണ്ടും ജീവിച്ചിരിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു, ഉറയ്ക്കുന്നു എന്ന് താൻ പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പിയ ലേഖനം 1:21 മുതലുള്ള വാക്കുകൾ എഴുതിയിട്ടുണ്ട്. അപ്പം കാരാഗ്രഹത്തിൽ നിന്ന് വെളിയിൽ വരുമെന്നുള്ള ഉറപ്പുണ്ട്. പക്ഷെ താൻ പറയുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിക്കുന്നത് അത്യുത്തമം. അതാണ് എൻ്റെ കാംക്ഷ. അതിനുവേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറെ കാലം നീ ജീവിച്ചിരിക്കണമെന്നുള്ളതല്ല. ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനം, മരിക്കുവാണ് എനിക്ക് ലാഭം. ഒരു ഭക്തന്റെ പ്രത്യാശയാണ് അവിടെ വെളിവാക്കുന്നത്. എന്നാൽ ഈ 2-ാം ലേഖനം എഴുതുമ്പോൾ വെളി വരും എന്നുള്ള പ്രതീക്ഷയൊന്നും താൻ പങ്കുവെക്കുന്നില്ല. അതിന് പകരം 4-ാം അധ്യായത്തിൽ പറയുക, ഞാനിപ്പോഴേ പാനീയാഗമായി ഒഴിക്കപ്പെടുകയാണ്. ഒരു യാഗത്തിൻ്റെ അവസാനം വീഞ്ഞൊഴിച്ച യാഗം കംപ്ലീറ്റ് ചെയ്യുന്നത് പോലെ ഞാൻ എൻ്റെ ഈ കഴിഞ്ഞ 30 വർഷത്തെ ശുശ്രൂഷയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ, അതിൽ 20 വർഷമേ ശുശ്രൂഷിച്ചുള്ളൂ, അതിൽ 16 വർഷമേ ശുശ്രൂഷിച്ചുള്ളൂ, 4 വർഷം ജയിലിലായിരുന്നു. 16 വർഷം കൊണ്ടുള്ള ഇമ്പാക്റ്റ്. ഇറ്റ്സ് നോട്ട് ഹൗ മച്ച് ഇയേഴ്സ് യു ലിവ്, എത്ര വർഷം ജീവിക്കുന്നു എന്നല്ല, ജീവിക്കുന്ന കാലത്ത് ദൈവഹിതത്തിലാണോ ജീവിക്കുന്നത്? ഹല്ലേലൂയ. നമ്മൾ കുറെ നാൾ ജീവിച്ചിരുന്ന നമ്മുടെ എഫർട്ട് കൊണ്ട് കുറെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. അത് മനുഷ്യ സഹജമാ. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. 40 വർഷം 50 വർഷത്തെ പാരമ്പര്യം വരുമ്പോൾ ഇവിടെ 16 വർഷം കൊണ്ടൊരു ഭക്തൻ ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവനായി, സുവിശേഷത്തിന്റെ ശക്തിയാൽ പിടിക്കപ്പെട്ടവനായി മുന്നോട്ട് പോയപ്പോൾ ആ ഇമ്പാക്റ്റ് കണ്ടോ? മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് പലതും പറയാല്ലേ, എത്ര വർഷം പാരമ്പര്യം, ഡസൻറ്റ് മാറ്റർ. At the end of the day,
ദൈവഹിതത്തിലാണോ സഞ്ചരിക്കുന്നത്? AD 37 കൺവേർഷൻ ഉണ്ടായത്. 47 ഫസ്റ്റ് മിഷണറി യാത്ര. 67 ജയിലിൽ കിടക്കുമ്പോഴാണ് ഈ ലേഖനം എഴുതുന്നത്. അല്പനാളുകൾക്ക് ശേഷം ഗളച്ഛേദം ചെയ്ത് താൻ കൊല്ലപ്പെടുക. Not the number of years you ministered. കാര്യമില്ല. But the important question is, are you ministering? Are you living your daily life according to God's will? ദൈവഹിതത്തിന് അനുസൃതമായിട്ടാണോ ജീവിക്കുന്നത്? ഇന്നലെ കുഞ്ഞുങ്ങളുടെ ആ ഒരു ഡിസ്കഷൻ്റെ ടോപ്പിക് യുവർ ഐഡൻറ്റിറ്റി ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്താ നമുക്ക് അവസാനം പറയാൻ കഴിയുന്നേ? പൗലോസ് പറഞ്ഞ പോലെ നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ നല്ല പൊരുതെന്ന് പറയാമോ? പൊരുതെന്ന് പറയല്ലേ. നല്ല പോരാട്ടം കഴിക്കുന്നവരുണ്ട്, പക്ഷെ ലക്ഷ്യം തെറ്റിയുള്ള പോരാട്ടമാണ്. പക്ഷെ പൗലോസ് അതല്ല പറയുന്നേ. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു എന്ന് പറയുമ്പോൾ എവിടം വരെ ഓടണമെന്നുള്ള ബോധ്യം തനിക്കുണ്ട്. ദൈവത്തിന്റെ ആത്മാവിനാൽ തനിക്ക് മനസ്സിലായി, തികച്ചു, കംപ്ലീറ്റ്. വിശ്വാസം കാത്തു. എത്ര ഉറപ്പല്ലേ! ഇനി വെറുതെ ആകാശത്തിലേക്ക് മുഷ്ടി ചുട്ടുന്ന പോലെയല്ല. ഇതിനൊരു റിസൾട്ട് ഉണ്ട്, ഇതിനൊരു പ്രതിഫലമുണ്ട്. നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. തിമോത്തിക്ക് വരുവാൻ പോകുന്ന സമയത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് കൊടുക്കുകയാണ് അപ്പോസ്തലനായ പൗലോസ്. വരുവാൻ പോകുന്ന സമയം തിമോത്തി അത്ര എളുപ്പമുള്ള സമയമല്ല. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുക, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരാൻ പോവാ. തിമോത്തി, ഇറ്റ് ഈസ് നോട്ട് ഈസി. ഞാൻ പോവുകയാണ്, എൻ്റെ സമയം കഴിഞ്ഞു, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. എന്നെ ദൈവം ഏൽപ്പിച്ചത് വിശ്വസ്തയോട് കൂടെ ചെയ്യുവാൻ എനിക്ക് സാധിച്ചു. But you, Timothy, you have a ministry to fulfill. You have a calling to follow. But it is not easy. ദുർഘട സമയങ്ങളാണ് വരാൻ പോകുന്നത്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ ദുർഘട സമയങ്ങളുടെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അതിന്റെ നടുവിലും തിമോത്തിയോട് പൗലോസ് പറയുന്നത്, നീ വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും നീ ഒരുങ്ങിയിരിക്കുക, നീ ശാസിക്കുക, നീ തർജ്ജനം ചെയ്യുക. കാരണം എന്താ? ഒരു വേളയിൽ കർണരസമാകുമാറ് പത്യോപദേശം പൊറുക്കാത്ത ഉപദേഷ്ടക്കന്മാരെ എഴുന്നേൽപ്പിക്കുന്ന, പെരുപ്പിക്കുന്ന ഒരു കാലം വരുന്നു. അത് വന്നിരിക്കുക. ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്ന ഇച്ചിങ് ഇയേഴ്സ്. എന്റെ ചെവിക്ക് ഇഷ്ടമായിട്ടുള്ളതൊന്ന് പറഞ്ഞു തന്നെ, ഞാനൊന്ന് കേട്ട് സന്തോഷിക്കട്ടെ. എന്നെ ആശ്വസിപ്പിക്കുന്നൊന്ന് പറഞ്ഞു തന്നെ, ഞാനൊന്ന് കേട്ട് സന്തോഷിക്കട്ടെ. നോ, ദൈവാത്മാവ് തന്റെ വചനത്തിലൂടെ എന്ത് സംസാരിച്ചാലും അതെന്റെ ഹൃദയത്തെ കീറി മുറിക്കുന്നതാണെങ്കിലും അതിനു മുമ്പിൽ സമർപ്പിതനായി തീരുവാൻ ആര് തയ്യാറാകുന്നുണ്ടോ അവരിലാണ് ദൈവം പ്രസാദിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്നെ സന്തോഷിപ്പിക്കുന്ന വാക്യം. പക്ഷെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല എന്നെ കീറി മുറിച്ച വാക്യം, എന്നോട് ഇടപെട്ട വാക്യം, എന്നെ രൂപാന്തരപ്പെടുത്തിയ വാക്യം, എന്നെ മാനസാന്തരപ്പെടുത്തിയ വാക്യം, എന്നെ മടക്കി വരുത്തിയ വാക്യം. എത്ര പേര് പറയും നമുക്കെപ്പോഴും നമ്മെ സന്തോഷിപ്പിക്കുന്ന വാക്യം? യെസ്, ദൈവസന്നിധി സന്തോഷമുണ്ട്, ദൈവസന്നിധിയിൽ ആശ്വാസമുണ്ട്. പക്ഷെങ്കിൽ അത് മാത്രമല്ല ദൈവസന്നിധിയിലുള്ളത്. ഈ കാലത്തിലെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ നാം ദൈവത്തെ സേവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ശേഷം മനുഷ്യരെക്കാൾ അരിഷ്ടന്മാരാണ് നാം. ഇവിടെ ഒരു ഭക്തൻ ജയിലിൽ കിടക്കുക, ജീവിതം അന്ത്യമാണെന്ന് മനസ്സിലായി, മിനിസ്ട്രി കഴിഞ്ഞെന്ന് മനസ്സിലായി. ഇപ്രാവശ്യത്തെ ജയിൽ പണ്ടത്തെ ജയിൽ പോലെയല്ല. പണ്ട് സ്നേഹിതന്മാരെ അനുവദിക്കുമായിരുന്നു. ഇപ്പോൾ തണുത്തുറഞ്ഞ ഡാമ്പായിരിക്കുന്ന ഒരു കുഴിയിലായിരിക്കുന്നത്, ആരുമില്ല കൂടെ. തണുപ്പുള്ളതുകൊണ്ടാണ് അവസാനം പറയുന്നത് ആ പുതപ്പ് കൊണ്ടുവരണം. ആരുമില്ല. പക്ഷെ ഞാൻ കണ്ട ഒരു കാര്യമുണ്ട് ആ ഭക്തനിൽ. He doesn't have any complaints.
ഒരു വാക്കെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞോ? ഒരു വാക്കെങ്കിലും പരിതപിച്ചോ? ഇറങ്ങിത്തിരിക്കണ്ടായിരുന്നു. ഇതല്ലേലും ഇങ്ങനെ വരത്തുള്ളൂ. അത് പണ്ടൊരുത്തർ എന്നോട് പ്രവചിച്ചു പറഞ്ഞ നിനക്ക് മൊത്തം കഷ്ടതയായിരിക്കുമെന്ന്. നോ, ഒരൊറ്റ വാക്ക് പോലും പ്രവൃത്തില്ല. കാരണം എന്താ? He know he is in the will of God. ദൈവഹിതത്തിലാണെന്ന് എനിക്കറിയാം. ആസ്യയിലോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറയാ പോണ്ട മോനെ. ബിഥുനിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ യേശുവിന്റെ ആത്മാവ് സമ്മതിച്ചില്ല. He was in tune with the voice of God. ദൈവത്തിന്റെ ശബ്ദത്തിന് കാത്തിരിക്കുന്നവനായിരുന്നു. മാനുഷിക ശബ്ദത്തിന് എടുത്തു വെക്കുന്ന കാൽച്ചുവടുകൾ പരാജയത്തിലേക്ക് നയിക്കുമ്പോൾ ദൈവ ശബ്ദത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന ഭക്തന് മാത്രമേ അവസാനത്തിൽ പറയാൻ കഴിയുള്ളൂ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, നോ റിഗ്രറ്റ്സ്, നോ കംപ്ലൈൻറ്റ്സ്. അവിടെ കിടന്നുകൊണ്ടും തൻ്റെ പ്രിയ മകനോട് പറയുക, ദുർഘട സമയം വരുന്നു, നീ നിർമ്മതനായിരിക്കണം, നീ ഉറപ്പോടെ നിൽക്കണം. 1:12 പറയുന്നുണ്ട്, നീ എഫെസോസ് ഇത് മാറിപ്പോകരുത്. ഇദ്ദേഹം എഫെസോസിലെ പാസ്റ്ററാണ് തിമോത്തി. 1-ാം തടവിൽ താൻ വീട്ടു തടങ്കിലായിരുന്നു. സന്ദർശകരെ അനുവദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഏകദേശം 5 വർഷത്തിന് ശേഷം വീണ്ടും തടവിലായപ്പോൾ താൻ ചങ്ങലയിലാണ്. 2:9 ചങ്ങലയിലാണ്. വിടുതലിൻ്റെ പ്രതീക്ഷയില്ല. 4:6 പീഡനം ഭയന്ന് അന്ന് വരെ കൂടെ നിന്ന പലരും വിട്ടുപോയെന്ന് ഞാൻ എപ്പോഴും അത് മനസ്സിൽ വെക്കാറുണ്ട്. നമ്മളിവിടെ നിൽക്കുന്ന, നമ്മോട് സാന്ത്വനമായി സംസാരിക്കുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന, കൂടെ ഉണ്ടെന്ന് പറയുന്ന ആളുകളൊക്കെ എവിടം വരെ നിൽക്കും? ആരെയും സംശയിക്കുകയല്ല, മനുഷ്യ സഹജമായത്. കൂടെ നിന്നവരൊക്കെ പോയി. 1:5, 4:9, 12, 16 ഇവിടെ എല്ലാം അവിടെ എഴുതിയേക്കുക. തണുത്ത കാരാഗ്രഹ മുറിയിലാണ് താനായിരിക്കുന്നത്. ബട്ട് ഹി സ്റ്റിൽ ഡസൻറ്റ് ഹാവ് എനി കംപ്ലൈൻറ്റ്സ്, നോ റിഗ്രറ്റ്സ്. ഒരു നിരാശയുമില്ല. താൻ തൻ്റെ പ്രിയ മകനായ തിമോത്തിയോട് പറയുക, നീ വേഗം വാ, ഈ വേഗം വാ. ചരിത്രം പറയുന്നത് തിമോത്തി വരുന്നതിന് മുമ്പേ താൻ തൻ്റെ വീട്ടിൽ ചെന്നു. എന്നാൽ ഈ വിഷയങ്ങളൊന്നും അല്ല അവിടുത്തെ പ്രധാന ചിന്ത. തിമോത്തിയോട് പറയുകയാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളുടെ നടുവിൽ മുമ്പോട്ട് ഉറപ്പോടെ എങ്ങനെ നിനക്ക് നിൽക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ ചിന്ത. ദൈവം അനുവദിച്ചാൽ അത് പൂർത്തീകരിക്കണം താല്പര്യമുണ്ട്. ഹൗ ടു മൂവ് ഫോർവേഡ് വിത്ത് അഷ്വറൻസ് ഇൻ ലൈഫ് ആൻഡ് മിനിസ്ട്രി. 3-ാം അധ്യായത്തിൽ പറയുന്നത് അന്ത്യകാലത്ത് സഭയും വിശ്വാസികൾ ഒരുപോലെ ദുർഘട സമയത്തൂടെ പോകും. നീ അതറിയണം. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തിമോത്തി മിനിഞ്ഞാന്ന് വേലക്കിറങ്ങിയ ആളല്ല. ഈയിടെ ഒരു ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞു, അപ്പോസ്തലനായ പൗലോസിൻ്റെ കൂടെ ഒരാഴ്ച മിഷണറി യാത്രയ്ക്ക് നമ്മെ വിളിക്കാതിരിക്കട്ടെ, എന്തോ ഇമ്പാക്റ്റ് ആയിരിക്കും അത് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നറിയോ? ഒറ്റയാഴ്ച. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഒരു ദൈവദാസനോട് ഇപ്രകാരം നിൽക്കാനൊരു അവസരം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് കളഞ്ഞു കുളിച്ചിട്ടാണ് വന്നത്. ഞാൻ ഇവിടെ വന്നപ്പോൾ വീട്ടിൽ പറഞ്ഞു, ഇത്ര ഒരാഴ്ചയെങ്കിലും ആളുടെ കൂടെ നിൽക്കേണ്ടതായിരുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ കൂടെ നിന്നാലോ, ഇറ്റ് വിൽ ചേഞ്ച് യുവർ ഔട്ട്ലുക്ക്. കാഴ്ചപ്പാടിന് വ്യത്യാസം വരും അല്ലേ? ഇറ്റ് വിൽ അഫക്റ്റ് us drastically, radically. നമ്മുടെ ഔട്ട്ലുക്കിന് വ്യത്യാസം വരും. ജീവിതത്തെക്കുറിച്ചും മിനിസ്ട്രിയെക്കുറിച്ചുള്ള ഔട്ട്ലുക്കിന് വ്യത്യാസം വരും. ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം നമ്മുടെ ഉള്ളിൽ വരും. ബിക്കോസ് ആ മനുഷ്യൻ അതിനാൽ പിടിക്കപ്പെട്ടവനായിരുന്നു. Hallelujah. Our priorities and our ambition will change. Our way of doing things will change. Now, ഓർക്കുക, Timothy was with Paul for around 15 years, not just 1 week. 15ഓളം വർഷം തിമോത്തി പൗലോസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു സന്തത സഹചാരിയായിരുന്നു. ഞാൻ പിന്നെ വിചാരിച്ചു, ഇന്നലെയും വിചാരിച്ചു, ഇവർക്ക് വീടും കൂടുമൊന്നും ഇല്ലായിരുന്നു.
അവരെന്തിനാലാണ് പിടിക്കപ്പെട്ടത്? സുവിശേഷത്തിൻ്റെ ശക്തിയാൽ, ആത്മാവിൻ്റെ നടത്തിപ്പിൽ പിടിക്കപ്പെട്ടവരവർ. ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരമാണ് അവരുടെ മുമ്പിലുള്ളത്, അല്ല വേറെ ഒന്നുമല്ല. മാത്രമല്ല, 14 ലേഖനങ്ങൾ പൗലോസ് എഴുതിയതിൽ 6ഓളം ലേഖനങ്ങളുടെ കോ ഓത്തർഷിപ്പ് ഉണ്ടായിരുന്നു തിമോത്തിക്ക്. 1 and 2 Thessalonians, 2 Corinthians, ഫിലിപ്പിയൻസ്, കൊലോഷ്യൻസ്, ഫിലമോൻ, ഇവിടെ എല്ലാം പൗലോസ് തിമോത്തിയുടെ പേരും കൂടെ ചേർത്താ എഴുതുന്നേ. ചെറിയ ആളല്ല. ഇങ്ങോട്ട് പറയാം, ഇപ്പൊ തിമോത്തിയും പോളും കൂടി കയറി വരുവാന്നിരിക്കട്ടെ. ഇവിടെ നിങ്ങൾ ലിജി പാഷേ, നിങ്ങൾ എല്ലാ ദിവസവും വാ ഇട്ടലയ്ക്കുക, ഒന്ന് മാറിയിരുന്നേ. നമുക്ക് തിമോത്തിക്ക് കൊടുക്കാം ആദ്യത്തെ ഭാഗം, രണ്ടാമത്തെ പ്രസംഗം പൗലോസിനും കൊടുക്കാം. Because you want to hear from them, right? അത് തെറ്റല്ല. ശ്രേഷ്ഠനായ ഒരു അപ്പോസ്തലന്റെ കൂടെ നടന്ന തിമോത്തിക്ക് അത്രയും പരിചയമുണ്ട്. ബട്ട് ആ പരിചയം കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. You should know certain things. നീ അറിയണം ചില കാര്യങ്ങൾ. ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. അത് ജീവിതത്തിൽ വരാം, മിനിസ്ട്രിയിൽ വരാം, സമൂഹത്തിൽ വരാം. എങ്ങനെ പിടിച്ചു നിൽക്കും? പറയാം, എങ്ങനെ പിടിച്ചു നിൽക്കും? ഹല്ലേലൂയ. അതാണ് പൗലോസ് തിമോത്തിയോട് പറയുന്നത്. അതാണ് നമ്മുടെ ചിന്ത. 1 മുതൽ 10 വരെയുള്ള വാക്യം. ഇനി ആദ്യത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അടുത്തത് കഴിഞ്ഞ നമ്മൾ തെസ്സലോനിക്ക ലേഖനം പഠിച്ചു വന്നപ്പോൾ പറഞ്ഞു, പൗലോസിൻ്റെ ലേഖനങ്ങളിലും ബാക്കിയുള്ള എപ്പിസോഡ്സിലെല്ലാം ആദ്യം കൊടുക്കുന്നതാണ് കൃപയും സമാധാനം. കൃപയും സമാധാനവും. ഇവിടെ ഒരു വാക്കോട് ആഡ് ചെയ്തു, കൃപ വേണം, കനിവ് ഉണ്ടാവണം. കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. ഇനി 3-ാമത്തെ വാക്യം, എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും കണ്ണുനീരോട് കൂടെ നിന്നെ ഓർത്ത് നിന്നെ കണ്ട് സന്തോഷപൂർണ്ണനാകാൻ ഞാൻ വാഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു. ബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷെ പ്രിയ മകനാ. ഹല്ലേലൂയ. അവിടെ നിൽക്കുന്നില്ല. ആദ്യത്തെ കാര്യം, എങ്ങനെ ജീവിതത്തിൽ ധൈര്യത്തോടെ, മിനിസ്ട്രിയിൽ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. 1-ാമത്തെ കാര്യം 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, 4-5 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം വായിച്ചാട്ടെ. The faith that is in you. നിന്നിലുള്ള വിശ്വാസം. നിന്നിലുള്ള വിശ്വാസം. ആ വിശ്വാസത്തെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്നത് അത് കളങ്കമില്ലാത്ത വിശ്വാസമാണ്. അത് നിർവ്യാജമായ വിശ്വാസമാണ്. അതിൻ്റെ മൂലഭാഷ, ഈ ബൈബിള് പുതുനിയമം മലയാളത്തിലല്ല എഴുതിയത്, ഗ്രീക്കിലാണ് എഴുതി. ഇപ്പം ഞാൻ സഹിച്ചാനൊരു ലെറ്റർ എഴുതുകയാണ്, അത് ഹിന്ദിയിൽ എഴുതുന്നിരിക്കട്ടെ. അല്ല, ഞാൻ ജെയ്സനൊരു ലെറ്റർ എഴുതുക, അത് ഹിന്ദിയിലാണ് എഴുതുന്നത്. പക്ഷെ ജെയ്സൺ ഹിന്ദി അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ട്രാൻസ്ലേറ്റ്. അപ്പോൾ അച്ചുകുഞ്ചാൻ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അച്ചുകുഞ്ചാന് സ്പോക്കൺ ഹിന്ദി അറിയത്തുള്ളൂ, അല്ലാതെ നമ്മുടെ അമ്മച്ചിയെ പോലെ ഹിന്ദി വിദ്വാനല്ല. അമ്മച്ചി ഹിന്ദി ടീച്ചറായോണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ എന്ത് പറ്റി? ചില സ്ഖലിതങ്ങൾ അതിനകത്തുണ്ടായി. എല്ലാ വാക്കുകളൊന്നും ഒരുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ബാക്ക് ടു ഹിന്ദി, നോട്ട് ദ ട്രാൻസ്ലേഷൻ. ഇതുപോലെ ദൈവവചനത്തിലും മൂലഭാഷയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ
പല ചോർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ദൈവവചനം പഠിക്കുന്ന ഒരു ദൈവദാസൻ അത് കാണുമ്പോൾ he goes back to the original language, that's all. അല്ലാതെ മൂലഭാഷ അറിയാമെന്ന് കാണിക്കാൻ വേണ്ടി അല്ല. മൂലഭാഷ അറിയത്തുമില്ല. പക്ഷെ പഠിച്ചപ്പോൾ മനസ്സിലായി അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് ഇമ്പോർട്ടൻ്റാ. നിർവ്യാജം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കപടമില്ലാത്തത്. കർത്താവ് ഏറ്റവും കൂടുതൽ വെറുത്തൊരു കൂട്ടര് ചുങ്കക്കാരും വേശ്യകളും അവരൊന്നുമല്ല, കപടഭക്തിക്കാരായ പരീശന്മാർ. കർത്താവിന് വേണ്ട, സഹിച്ചില്ല. മത്തായിയിൽ ഒരു അധ്യായം തന്നെ അവർക്കെതിരെ എഴുതിയേക്കുക. പോള് തിമത്തിയെ കണ്ടു 15 വർഷം കൊണ്ട്. പറയാ, നിനക്ക് പ്രസംഗിക്കാൻ എന്താ ചാതുരതയാടാ, അല്ല നിനക്ക് പാട്ടുപാടാൻ എന്തോ കഴിവാടാ. നോ, നിന്റെ വിശ്വാസം ജെനുവിനാ. യുവർ ഫെയ്ത്ത് ഈസ് ജെനുവിൻ. പ്രിയമുള്ളവരെ, നമ്മോട് അടുത്തിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരൻ നമ്മെ ഓർത്ത് എന്തു പറയും? അവനീ പറച്ചിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അവൻ അടുത്തോട്ട് ചെല്ലുന്ന ചില വിഷയങ്ങൾ ഇട്ടു കൊടുക്കണം. അവൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണാമെന്ന് പറയുമോ, അതോ ഹീസ് എ ട്രൂ ബിലീവർ, ഹീസ് എ ട്രൂ ചൈൽഡ് ഓഫ് ഗോഡ്. അവൻ അധികം ഒന്നും മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നും കാണിക്കുന്നില്ലായിരിക്കും, പക്ഷേ ഹീസ് എ ardent believer. അവനൊരു ട്രൂ ബിലീവറാ. അവന്റെ വിശ്വാസം ശരിയാ. പൗലോസ് 15 വർഷം കൊണ്ട് തിമത്തിയെ പഠിച്ചപ്പോൾ പറയുക, യെസ്, അവന്റെ വിശ്വാസം ശരിയാ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. നിർവ്യാജമായ വിശ്വാസം, കപടതയില്ലാത്ത വിശ്വാസം. ഹല്ലേലൂയ. സിൻസിയർ, ജെനുവിൻ, നോട്ട് hypocritical. കപടതയില്ല. When Paul looks at Timothy, what he learned from him is the genuineness of his faith. ഇവിടെ ഫെയ്ത്ത് എന്നുള്ളത് ദൈവാശ്രയം മാത്രമല്ല, he is really saved എന്നാണ് പറയുന്നത്. അവൻ്റെ വിശ്വാസമാർഗം കറക്റ്റാ, അവൻ രക്ഷിക്കപ്പെട്ടതാ. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ he is in Christ. അത് അവൻ്റെ സ്വഭാവത്തിൽ നിന്നറിയാം, അവൻ്റെ ഫലങ്ങളിൽ നിന്നറിയാം. എങ്ങനെയാ അറിയുന്നത് നാം യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടതാണെന്ന്? എല്ലാ ദിവസവും ചർച്ച വരും. ഓ, രക്ഷിക്കപ്പെട്ടോ? നോ, ബൈ ദ ഫ്രൂട്ട്സ്. ഫലം കൊണ്ട് തിരിച്ചറിയാം. 15 to 20 years ഒരുമിച്ച് സഞ്ചരിച്ചപ്പോൾ പോളിന് മനസ്സിലായി, തിമത്തി is a true believer. എങ്ങനെയാണ് ഒരുവൻ്റെ വിശ്വാസം ശരിയാണോ സിൻസിയർ ആണോ എന്ന് അറിയുന്നത്? ബൈ ദ ഫ്രൂട്ട്, ഫലത്താൽ. Paul could see the fruit of faith in Timothy. അത് മാത്രമല്ല, 16:2 വായിച്ച അപ്പോസ്തല പ്രവൃത്തി 16:2 തിമത്തിയെക്കുറിച്ച് ഉള്ളൊരു സാക്ഷ്യം കാണാം. ടെസ്റ്റിമോണി ഓഫ് അതേഴ്സ്. മറ്റുള്ളവരും സാക്ഷ്യം കൊടുക്കുന്നുണ്ട് തിമത്തിക്ക്. നല്ല സാക്ഷ്യം കൊണ്ടവനാ. തിമത്തിയുടെ അമ്മ യുനീക്ക, വലിയമ്മ ലോയിസ്, ഇവര് യഹൂദന്മാരാണ്. പക്ഷെ അപ്പൻ യവനനാ. 2 കൾച്ചറിന്റെ നടുവിലാണ് തിമത്തി നിൽക്കുന്നത്. 2 കൾച്ചറിന്റെ നടുവിലാണ് തിമത്തി നിൽക്കുന്നേ. അവിടെയും പോളിന് കാണാൻ കഴിഞ്ഞു. 2 കൾച്ചറിന്റെ പിടിവലിയുണ്ട്. 2 എക്സ്ട്രീം ഓപ്പോസിറ്റാ. മറ്റൊന്ന് നിയമങ്ങളും, മറ്റൊന്ന് ഫിലോസഫിയും തത്വജ്ഞാനവും, അങ്ങനെ പോകും, ഗ്രീക്ക്. പക്ഷെ ഇതിന് നടുവിൽ ഒരു വിശ്വസ്ത സാക്ഷിയായി തിമത്തി നിൽക്കുക. എത്ര കൾച്ചറിന്റെ പിരിമുറുക്കമുണ്ടായാലും ലഭിച്ച വിശ്വാസത്തിനു വേണ്ടി അടിയുറച്ചു നിൽക്കുവാൻ തിമത്തിക്ക് കഴിഞ്ഞതുപോലെ എനിക്ക് നിങ്ങൾക്കും കഴിയണം. എങ്കിൽ മാത്രമേ അൺഎക്സ്പെക്റ്റഡ് ആയ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നമുക്ക് നിൽക്കാൻ കഴിയൂ. The faith in you should be genuine. It should be sincere. It should not be hypocritical. മറ്റുള്ളവരാൾ സാക്ഷ്യം ലഭിച്ച തിമത്തി. And thirdly, പോളോട് പറയുന്നുണ്ട്, there is a godly heritage. നിനക്ക് ലഭിച്ച ഒരു പാരമ്പര്യം.
നമ്മൾ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നതല്ല. അപ്പം ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് ജനിച്ച് വന്നത്, വിശ്വാസി വന്നെങ്കിൽ പിന്നെ എനിക്ക് എന്നാ പാരമ്പര്യം പറയാൻ? എനിക്കെന്തോ പിതാക്കന്മാരെന്ന് പറയാൻ പറ്റുമോ? ഏത് പിതാവാ? ശങ്കരനാണോ എൻ്റെ പിതാവ്? എന്തോ എനിക്ക് പിതാക്കന്മാരുടെ കാര്യം പറയാൻ നമുക്കൊന്നും ഒരു പറയാനില്ല കേട്ടോ. ഒരു പാരമ്പര്യവും പറയാനില്ല. കർത്താവ് നമ്മെ കണ്ടു, അവിടെ നമ്മെ വീണ്ടെടുത്തു, അവിടെ നമ്മെ വിലയ്ക്ക് വാങ്ങി, അവിടുത്തെ രക്തത്താൽ തന്നെ സ്വന്തമാക്കി. അത് മാത്രമാണ് നമ്മുടെ പാരമ്പര്യം. തിമത്തിക്കും വലിയ പാരമ്പര്യമൊന്നും പറയാനില്ല. പക്ഷെങ്കിൽ 2 അമ്മമാരുണ്ടായിരുന്നു, ഒരമ്മയും ഒരു വലിയമ്മയും. എന്താ തിമത്തിയെക്കുറിച്ച് അവിടെ പറഞ്ഞറിയാമോ? ഇതേ വിശ്വാസം അവരിലുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഇതേ വിശ്വാസം അവരിലുണ്ടായിരുന്നു. അപ്പൊ തിമത്തിയെ രക്ഷയിലേക്ക് നടത്തിയതാരാ? അമ്മയും വല്യമ്മയും കൂടെ നടത്തി. പിന്നെ തിമത്തിയെ കാണുകയായിരുന്നു 16-ാം അധ്യായത്തിൽ പൗലോസ്. സാക്ഷ്യം പറഞ്ഞപ്പോൾ പൗലോസും കൂട്ടിക്കൂട്ടി. നമ്മെ പൗലോസ് കാണുവാണെങ്കിൽ കൂടി കൂട്ടുവോ? ഇവനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് കൊണ്ടുപോകും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരുന്നു, നല്ല ഹെറിറ്റേജ് ഉണ്ടായിരുന്നു, അല്ലേ? ഞാൻ അവിടെ നിൽക്കുന്നില്ല, അനേക വിഷയങ്ങൾ അവിടെ പറയാനുണ്ട്. വല്യമ്മയും അമ്മയും തിമത്തിക്ക് സത്യസുവിശേഷം പങ്കുവെച്ചപ്പോൾ അത് രക്ഷാകരമായ വിശ്വാസമായി പരിണമിച്ച് യഥാർത്ഥ വിശ്വാസത്തിനുടമയായി തിമത്തി മാറി. He has a sincere faith and Paul could see that. He heard the testimony from others and this person has a godly heritage. പോൾ തിമത്തിയോട് പറയുന്നത്, മോനെ, എൻ്റെ പ്രിയ മകനെ, ശുശ്രൂഷയിൽ നീ ഇനി ഒറ്റയ്ക്ക് പോകേണ്ടി വരും. ഞാൻ പോവുക, എൻ്റെ നിര്യാണ കാലം എടുത്തു, എനിക്ക് പോയേ പറ്റൂ. ബട്ട് നീ when you stand alone, stand firm for the faith. വിശ്വാസത്തിനു വേണ്ടി നീ അടിയുറച്ചു നിൽക്കണം. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു ഓളം ഉണ്ടായപ്പോൾ പറഞ്ഞു പോയതാന്ന് ദൈവഗതി നീ പറയരുത്. നീ അടിയുറച്ചു നിൽക്കണം. ഒരു പ്രഷർ വന്നപ്പോൾ ഞാൻ മാറിപ്പോയതാണെന്ന് ദൈവഗതി പറയരുത്. നിനക്ക് ലഭിച്ച വിശ്വാസം അത് മൂല്യമുള്ളത്. അതിനുവേണ്ടി വില കൊടുത്ത അനേകരുണ്ട്. അതിനുവേണ്ടി നീ അടിയുറച്ചു നിൽക്കണം. രണ്ടാമത്തെ കാര്യം, the gift of God in you. 6-ാമത്തെ വാക്യം. അതുകൊണ്ട് ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. 1, നിന്നിലുള്ള വിശ്വാസം അത് സിൻസിയറാണ്. 2, നിന്നിലുള്ള ഗിഫ്റ്റ് അത് ദൈവത്തിന്റെ കൃപയാൽ ലഭിച്ചതാണ്. അതാണ് കൃപാവരം എന്ന് പറയുന്നത്. നമ്മൾ കൃപാവരം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെവിടെ പോകും? അത് നാച്ചുറലി നമ്മൾ ചിന്തിക്കും, പ്രവചനപരം, ഡിസേൺമെന്റ്, അല്ലേ, ഭാഷാപരം, ഇങ്ങനെയൊക്കെയാ പോന്നേ. കൃപാവരം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൃപയാൽ ലഭിച്ച പരം. അതെന്തുമാകാം. ഗിഫ്റ്റ് ഇൻ യു എന്തുമാകാം. ഒരുപക്ഷെ പാസ്റ്റോറൽ ഗിഫ്റ്റ് ആയിരിക്കാം, ബിക്കോസ് ഹി ഈസ് എ പാസ്റ്റർ. ടീച്ചിങ് ആയിരിക്കാം, ബിക്കോസ് ഹി ഈസ് എ ടീച്ചർ. പ്രൊഫസി ആയിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ പൗലോസ് പറയുന്നത്, നിന്നിൽ ദൈവത്തിന്റെ ഗിഫ്റ്റ് തന്നതിലൂടെ ദൈവം കൺഫേം ചെയ്യുന്നത് നിനക്കൊരു ശുശ്രൂഷയുണ്ട്. സോ യു സ്റ്റാൻഡ് സ്റ്റിൽ. പ്രതികൂലങ്ങൾ വരുമ്പോൾ നീ പകച്ചോടാതെ നീ നിൽക്കുക. ബിക്കോസ് അന്ത്യകാലത്ത് എന്ത് വരും? ദുർഘട സമയങ്ങൾ വരും. മനുഷ്യർ നിന്റെ വാക്ക് കേൾക്കാതെ വരും. അവർ പറയും, ഞങ്ങൾക്ക് ചെവിക്ക് ഇമ്പമുള്ളത് പറ, പക്ഷെ നീ നിൽക്കണം, നീ വചനം പ്രസംഗിക്കണം. ഇത് ഞാൻ എന്നോട് കൂടി തന്നെയാ പറയുന്നത്. നല്ല ബോധ്യമുണ്ട്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് നീ അറിയാം. സോ എന്താ ദൈവം നമുക്ക് തന്ന ഗിഫ്റ്റ്? അത് നമുക്കറിയാം, അല്ലേ? ഇത്രേ ഉള്ളൂ. ഗിഫ്റ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയല്ല. ഗിഫ്റ്റ് എന്ന് പറയുന്നത് ദൈവം തന്റെ കൃപയാ തരുന്നതാണ്, അർഹതകളോട് തരുന്നതല്ല. അത് രണ്ടും മനസ്സിലായോ? കൃപാവരം, കൃപയാൽ നൽകിയ ദാനമാണ്, യോഗ്യതകളോണ്ടല്ല. അപ്പൊ അത് ആർക്ക് വേണ്ടി ആയിരിക്കും? മറ്റുള്ളവർക്ക് വേണ്ടിയാ. അത് പൗലോസ് പറയാ, നീ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം, നീ അത് അടക്കി വെക്കരുത്. തിമോഥെയോസിന് 1-ാം ലേഖനത്തിലുമുണ്ട്, നീ അത് ഉപേക്ഷയായി വിചാരിക്കരുത്, നീ അത് ഉപയോഗിക്കണം. സോ അത് മുന്നോട്ട് പോട്ടെ. ദ ഗിഫ്റ്റ് ഓഫ് ഗാഡ് ഇൻ യു.
Paul exhorts Timothy to use it in spite of the coming adverse circumstances. മൂന്നാമത് 7-ാം വാക്യം വായിച്ച്. The Spirit of God in you. First of all, the faith in you. Secondly, the gift of God in you. Thirdly, the Spirit of God in you. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിലുണ്ട്. പൗലോസ് എങ്ങനെ മനസ്സിലായി? അറിയാം. ദൈവാത്മാവിനെ ഉള്ളവനെ കണ്ടാൽ അറിയാം. ആക്ട് ചെയ്യേണ്ട കാര്യമില്ല. മെക്കാനിക്കലി ഒന്നും എക്സേർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ് വിൽ ഷോ ഇൻ ഹിസ് ലൈഫ്. അവൻ്റെ ജീവിതത്തിൽ അതറിയാം. Paul is exhorting his dear son Timothy not to be intimidated by the unexpected, but strengthened by the fact that God has already given his Spirit in him. നീ ധൈര്യപ്പെടുക, നീ ബലപ്പെടുക, നീ ധൈര്യത്തോടെ ഉറപ്പോടെ മുന്നോട്ട് പോകുക. കാരണം ദൈവം പരിശുദ്ധനായവൻ തൻ്റെ ആത്മാവിനെ നിന്റെ ഉള്ളിൽ നൽകി തന്നു. എങ്ങനെ നിൽക്കാൻ പറ്റും? അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കാര്യം വരുമ്പോൾ എങ്ങനെ നിൽക്കാൻ പറ്റും? ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റും. ഞാൻ എല്ലാവരെക്കാളിലും കറേജ് ഉള്ളതായതുകൊണ്ടല്ല, എനിക്കൊരുപാട് ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടല്ല, വലിയ പൊസിഷനിൽ ഞാൻ ജോലി ചെയ്യുന്നത് കൊണ്ടല്ല. പരിശുദ്ധനായ ദൈവം തൻ്റെ കരുണയാൽ തൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിലാക്കി. എനിക്ക് നിൽക്കാൻ പറ്റും. ഞാനല്ല നിൽക്കുന്നത്, അവൻ എന്നെ നിർത്തുകയാ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. പരിശുദ്ധനായവൻ തൻ്റെ കരുണയാൽ, തൻ്റെ കൃപയാൽ, തൻ്റെ ഇച്ഛയാൽ, തൻ്റെ മുൻ നിർണയത്താൽ തൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിലാക്കി. The Spirit of God in you. ആ ആത്മാവിൻ്റെ പ്രത്യേകതകളോട് പറയുന്നത് എന്താ? അത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല. It is not a spirit of timidity. You are not alone in this journey, Timothy. You have his Spirit. ഈ ആത്മാവിൻ്റെ പ്രത്യേകത ഒന്ന്, അത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, മറിച്ച് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ നൽകി തന്നത്. അപ്പോസ്തലന്മാർ കർത്താവിനെ ക്രൂശിച്ച അതേ യഹൂദന്മാരുടെ മുമ്പിൽ ഈ ആത്മാവിൻ്റെ സാന്നിധ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോ അവർ നിന്ന് പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. എങ്ങനെ പറയാൻ കഴിയും? Because the Spirit in them helps them to be a witness. ഒരു സാക്ഷിയായി തീരുവാൻ അവരിൽ വ്യാപരിച്ച ആത്മാവിനെ കൊണ്ട് സാധിച്ചു. It is not a spirit of timidity. ഭീരുത്വത്തിന്റെ ആത്മാവല്ല. 5:41 അപ്പോസ്തല പ്രവൃത്തി പറയുന്നത്, അതുപോലെ 4:13-19 ഒക്കെ പറയുന്നത്, ഞങ്ങൾ മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതല്ലയോ? എങ്ങനെ പറയാൻ സാധിക്കും? ഒരു വശത്ത് റോമാലേഖനം 13 പറയുന്നു അധികാരികളെ അനുസരിക്കാൻ, അവർക്ക് കീഴടങ്ങാൻ പറയുമ്പോൾ പൗലോസിന്റെ അല്ലെങ്കിൽ ഈ അപ്പോസ്തലന്മാർ പറയുക, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കണം. When it comes to worship, when it comes to your faith, ഒരു ലൈൻ ഡ്രോ ചെയ്യണം, അതിനപ്പുറത്തേക്ക് പോവില്ല. When it comes to teaching, when it comes to doctrine, ഒരു ലൈൻ വരയ്ക്കണം, അതിനപ്പുറത്തോട്ട് പോവില്ല. എത്ര നഷ്ടമുണ്ടായാലും, ഏത് പൊസിഷൻ നഷ്ടപ്പെട്ടാലും, ഏത് ടൈറ്റിൽ നഷ്ടപ്പെട്ടാലും, ഉറപ്പോടെ നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവം ഇറങ്ങി വരുന്നത്. അപ്പോസ്തലന്മാരത് ചെയ്തു. അവരുടെ സമൂഹത്തിൽ എന്ത് സ്ഥാനമൊന്നും അവർ വിചാരിച്ചില്ല. അവരെ പറഞ്ഞു എന്തുവാ, ഇവർ പഠിപ്പില്ലാത്തവരാ, ഇവർ സാമാന്യരാ. ഇറ്റ് ഡസന്റ് മാറ്റർ. അതൊന്നുമല്ല നമ്മുടെ ഐഡന്റിറ്റി. അതൊന്നുമല്ല നമ്മുടെ ഐഡന്റിറ്റി. നമ്മുടെ ഐഡന്റിറ്റി എന്തുവാ? ഞാൻ ക്രിസ്തുവിലാണ്, ഞാൻ അവൻ്റെ മകനാണ്, ഞാൻ അവൻ്റെ സാക്ഷിയാണ്, ഞാൻ അവൻ്റെ വിറ്റ്നസ് ആണ്. അതാണ് നമ്മുടെ ഐഡന്റിറ്റി. എന്നിട്ട് അടുപ്പിച്ചു ഇവരെ ഭീഷണിപ്പെടുത്തിട്ട് പറഞ്ഞു, ഇനി മേലിൽ യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത്. 5:41 അപ്പോസ്തല പ്രവൃത്തി. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യന്മാരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നെ അവർ ദിനം പ്രതി യേശുവിനെ ക്രിസ്തുവെന്ന് സാക്ഷിച്ചു. എങ്ങനെ? ദൈവാലയത്തിലും വീടുതോറും.
ഒറ്റ വീടും വിട്ടില്ല. എങ്ങനെ കിട്ടി? Because they have the spirit in them, which is not a spirit of timidity. അത് ധൈര്യത്തിൻ്റെ ആത്മാവാണ്. But of power, ശക്തിയുടെ ആത്മാവ്. എന്തിനുള്ള ശക്തി? അവനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു. വീണ്ടും മൂലഭാഷ അവിടെ പറയുന്നത് ശക്തി കൊടുത്തെന്ന ആണ്. മൂലഭാഷ പറഞ്ഞേക്കുന്നത് ശക്തി കൊടുത്ത്. He has given them the power to become children of God. Hallelujah! നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടാണ് നാം ദൈവമക്കളായത്. No, He has given us the power. ഇന്നലെ ഞാൻ പറഞ്ഞു, പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വ്യാപരിച്ചപ്പോൾ മരിച്ചു കിടന്നവന്റെ ആത്മാവിനെ ഉയർപ്പിച്ച് കേട്ട വചനം വിശ്വസിപ്പാൻ തക്കവണ്ണം ഇടവരുത്തി. അതിനാൽ റീജനറേഷൻ എന്ന് പറയുന്നത് ഉയരത്തിൽ നിന്നുള്ള ജനനം. ആ ശക്തിയാണ് നിന്നെ ജനിപ്പിച്ചത്. ആ ശക്തിയാണ് നിന്നെ മരിച്ചു കിടന്നവരുടെ ഇടയിൽ നിന്ന് ജനിപ്പിച്ചത്. ആ ശക്തിയാണ് നിന്നെ മുന്നോട്ട് നടത്തുന്നതും. അതേ ശക്തി. Praise the Lord, praise the Lord. The same spirit that regenerated you, the same spirit by which you are sealed, നിന്നെ മുദ്രയിട്ടിരിക്കുന്നത് അതേ ആത്മാവിനാലാണ്. Is the same spirit by which you will be guided. നിന്നെ നിയന്ത്രിക്കുന്നതും നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇതേ ആത്മാവായിരിക്കും. Spirit of power. എന്തിനാ പവർ? To live a godly life. പത്രോസിന്റെ 1-ാം ലേഖനം 1:3. To witness 1:8. ശക്തി ധരിച്ചിട്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. 2 തിമോത്തി 1:8. To suffer. കഷ്ടതയിലൂടെ കടന്നു പോകാനും ഈ ശക്തി നമുക്ക് ആവശ്യമാണ്. അടുത്തത് സ്പിരിറ്റ് ഓഫ് ലവ്. ഈ ആത്മാവിൻ്റെ പ്രത്യേകത എന്താ? ഇത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ഇത് ശക്തിയുടെ ആത്മാവാണ്, ഇത് സ്നേഹത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ അനുഭവവേദ്യമാകുന്നത് അവിടുത്തെ ആത്മാവിനാലാണ്. റോമലേഖനം 5:5 പെട്ടെന്ന് വായിച്ച്. റോമലേഖനം 5:5. We experience the power of the love of God through His Spirit. അപ്പൊ ദൈവം തൻ്റെ സ്നേഹം ദൈവം തൻ്റെ ആത്മാവിനെ നമ്മളിൽ പകരുക വഴി നമ്മോട് പറയുന്നത് I love you. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പൗലോസ് പറയുകയാണ് റോമാലേഖനം അതിൻ്റെ 8:35 മുതൽ 39 വരെ, മരണത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതെങ്ങനെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? അവന്റെ ആത്മാവിനാൽ. So this spirit is the spirit of love. അടുത്തത് this spirit is spirit of സുബോധം, ഡിസിപ്ലിൻ. മൂലഭാഷ അവിടെ പറയുന്നത് പ്രയോറിറ്റൈസ്ഡ് മൈൻഡ് എന്ന്. മുൻഗണന കറക്റ്റാണ്. ദൈവാത്മാവ് വരുമ്പോൾ കൺട്രോൾ വിടുകയല്ല, കൺട്രോളിലായി മാറുക, നിയന്ത്രിക്കപ്പെട്ടവനായി മാറുക, അല്ല കൺട്രോളില്ലാതെ ഊഴെടുക്കല്ല. ദൈവാത്മാവ് യഥാർത്ഥത്തിൽ വരുമ്പോൾ യു വിൽ ബി ഡിസിപ്ലിൻഡ്. ഹി വിൽ ലീഡ് യു ഇൻ ദ റൈറ്റ് പാത്ത്. സോ ഒന്ന്, the faith in you. It is genuine. ഒരു വ്യാജവുമില്ലാത്ത faith, നിർവ്യാജമായ വിശ്വാസം. ദൈവം നമ്മെ കാണുമ്പോൾ അത് പറയട്ടെ, നിന്നിൽ ഒരു നിർവ്യാജ വിശ്വാസമുണ്ട്. യേശു കർത്താവ് അത് പറഞ്ഞില്ലേ നഥനയേലിനെ കണ്ടപ്പോൾ? ഒരു മനുഷ്യനെ കണ്ടിട്ട് പറയാ ഇവൻ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവന് കപടമില്ല എന്ന്. എത്ര ശുദ്ധ ഹൃദയമായിരിക്കും അല്ലേ? നിർവ്യാജ വിശ്വാസം. So the faith in you, the gift of God in you, and the third, the Spirit of God in you, and lastly, the testimony of the Lord, that is the gospel in you. 9-10 വാക്യങ്ങൾ വായിച്ച്. അവൻ നമ്മെ രക്ഷിക്കുകയും വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണത്. ഞാൻ സമയം പോയാൽ പെട്ടെന്ന് വായിച്ചല്ല, ആൻറ്റിയെ ഓർക്കം ചെയ്ത് വായിച്ചല്ല. താങ്ക് യു. ഇവിടെ വന്നപ്പോൾ തൊട്ട് ആൻറ്റി മാത്രമാണ് വായിച്ച്, ബാക്കി എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
സജിബ്രാമിന് നമ്മൾ നല്ല റിലേഷൻഷിപ്പ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സുവിശേഷം അത് കർത്താവിനെ കുറിച്ചുള്ളതാ. ഇത് ടെസ്റ്റിമോണി ഓഫ് ദ ലോർഡ്. എന്താ അവിടെ പറയുന്നേ? അവൻ നമ്മെ രക്ഷിച്ചു. വിശുദ്ധ വിളി, അത് 8-ാം വാക്യത്തിൽ, അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യം, അതാ സുവിശേഷം. സുവിശേഷത്തെ കുറിച്ച് പൗലോസോട് പറയുന്നത് കർത്താവിന്റെ സാക്ഷ്യമാണ് സുവിശേഷം, അല്ലാതെ വേറൊന്നുമല്ല. കർത്താവ് പൂർത്തിയാക്കിയ രക്ഷണ്യ പ്രവൃത്തിയുടെ സന്ദേശമാണ് സുവിശേഷം. കഷ്ടതയുണ്ടോ? ഇങ്ങോട്ട് പോര്. വീട് വേണോ? ഇങ്ങോട്ട് പോര്. കടഭാരം മാറണോ? ഇങ്ങോട്ട് പോര്. അത് സുവിശേഷമല്ല. കർത്താവ് കടം മാറ്റിയെന്നിരിക്കും, രോഗസൗഖ്യമാക്കിയെന്നിരിക്കും. ഞാൻ രോഗസൗഖ്യത്തെ വിശ്വസിക്കുന്ന ആളാ, രോഗസൗഖ്യം ഓരോ ദിവസം അനുഭവിക്കുന്ന ആളാ. പക്ഷെ അതല്ല സുവിശേഷം. സുവിശേഷം കർത്താവ് തന്റെ കാൽവരി ക്രൂസിൽ പൂർത്തിയാക്കിയ രക്ഷണ്യ പ്രവൃത്തിയുടെ സന്ദേശമാണ്. അത് അഡ്രസ് ചെയ്യുന്നത് നമ്മുടെ പാപമാണ്. Hallelujah. Gospel is about Christ and what he has accomplished at the cross. ഇനി the core of the gospel, അത് നമ്മൾ മറന്നു പോകരുത്, വിട്ടുപോകരുത്. സുവിശേഷത്തിൻ്റെ കാതൽ, ഇത് ആ വാക്യം നിങ്ങൾ വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. സുവിശേഷത്തിന്റെ കാതൽ എന്താ അവിടെ പറഞ്ഞറിയാമോ? അവിടുന്ന് നമ്മെ രക്ഷിച്ചു. He saved us. 2, വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചു. He called us. 3, അത് നമ്മുടെ പ്രവൃത്തി കാരണമല്ല, not according to our works. പിന്നെ അവിടുത്തെ കൃപയാലും നിർണയത്താലും ദാനമായി നൽകിയത, but granted to us according to his own purpose and grace. എപ്പോൾ സകലകാലത്തിന് മുമ്പേ ക്രിസ്തേശുവിൽ ദാനമായി ലഭിച്ചതാണിത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. The core of the gospel is this: he saved us, he called us, not according to our works, but granted to us according to his own purpose and grace. കൃപയാൽ നൽകി തന്നതാ. എപ്പോൾ? സകലകാലത്തിന് മുമ്പേ. കാലമൊന്നിരിക്കെ മുമ്പേ, സകല കാലത്തിന് മുമ്പേ. എഫേസ്യർ 1:4 പറഞ്ഞിരിക്കുന്നത് പോലെ ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ എനിക്ക് നൽകിയതാണ് ഈ രക്ഷ. സുവിശേഷം പറയുമ്പോൾ ഇത് ഉൾപ്പെടുത്തണേ. നമ്മളല്ല ആരെയും മസിൽ പിടിച്ച് രക്ഷിക്കപ്പെടുത്തുന്നേ. നമ്മുടെ ഒരു കുതന്ത്രങ്ങളും അവിടെ വിലപ്പോകത്തില്ല. അവന്റെ ആത്മാവിന് യഥാർത്ഥത്തിൽ രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അവനെ പരിവർത്തിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം. സുവിശേഷത്തിൻ്റെ ഉറപ്പുകൾ. വാട്ട് അഷ്വറൻസ് ഡസ് ദ ഗോസ്പൽ ഗിവ്സ് എ സിന്നർ? ഗോസ്പൽ പറയുമ്പോൾ ഇത് പറയണം. ഇത് പറഞ്ഞില്ലെങ്കിൽ ഗോസ്പൽ പൂർണ്ണമല്ല. ഇവിടെ പറയുന്നുണ്ട് ഗോസ്പൽ എന്താണെന്ന്. ലെറ്റ്സ് ഗോ ടു മോനെ കേട്ടെ. ഓക്കെ, സാൽവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രേഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ടു എ സിന്നർ. ദൈവത്തിന്റെ കരുണയുള്ള ദാനമാണ് രക്ഷ. ഈ വാക്യത്തിൽ നമ്മളത് വായിച്ചു. The core of the gospel, when you read that, we see that salvation is a gift of God. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു പാട്ട് പാടും. എന്തറിയാമോ? ആരാധിച്ചാൽ ജയമെന്നോ? നോ, അതൊന്നുമല്ല അവിടെ പാടും. ഏഴിൻ്റെ 9, 10 വായിച്ച് അത് കറക്റ്റാണ്. ആർക്കും എണ്ണിക്കൂടാത്തൊരു മഹാപുരുഷാരം വെള്ള നിലയെങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി കണ്ടു. രക്ഷ എന്നുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെയും ദാനം. രക്ഷ എന്നത് ദൈവത്തിന്റെ ദാനം. ഇതാ അവിടെ ചെന്ന് പാടാൻ പോന്നേ. എത്ര പേർ സന്തോഷമുണ്ട്?
ഞാൻ പറയുന്നു ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ ട്രാക്ട് വായിച്ചു. യെസ്, ഇതെല്ലാം നമ്മൾ ചെയ്തതാ, പക്ഷെ അത് ദാനമായി നമുക്ക് ലഭിച്ചത്. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഒരു ഭക്തന്റെ ഉറപ്പെന്താ ഗോസ്പലിലൂടെ ലഭിക്കുന്നേ? അവിടെ പറയുന്നേ, അത് 10-ാം വാക്യം വായിച്ചേ. 10-ാം വാക്യം, മരണം നീക്കി. എത്ര പേർക്ക് ആശ്വറൻസ് ഉണ്ട്? അവിടെ എഴുതിയിരിക്കുന്നേ, അവന്റെ ആദ്യത്തെ പ്രത്യക്ഷതയാൽ നമ്മുടെ മരണം നീക്കി. He abolished death എന്ന് എഴുതിയിരിക്കുന്നേ. എബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് 2:14-15. എബ്രായ ലേഖനം 2:14-15. മരണഭീതിയിലായിരുന്നവരെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം അടിമകളായിരുന്നവരെ വിടുവിച്ചു. കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിന് he has the assurance that his death is abolished. മരണം നീങ്ങി. ഞാൻ ചോദിക്കട്ടെ, തിമത്തിയോട് ഇത് പറയുകയാണെങ്കിലും നമ്മോട് ഇത് പറയുന്നത്. Timothy, when you face unexpected circumstances in your life and ministry, you should remember that you have a genuine faith, the faith in you. Secondly, the gift of God that God has granted, it is in you. Thirdly, the Spirit of God is in you. And fourthly, the testimony of the Lord is in you, the gospel. And through that gospel, your death is abolished. നിന്റെ മരണം നീങ്ങി. ഞാനൊന്ന് ചോദിക്കട്ടെ, അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു വാർത്ത കേട്ടു, ഒരു ഡയഗ്നോസിസ് വന്നു. ഇങ്ങനെ പറയാൻ എനിക്ക് പേടിയാണ്, പക്ഷെങ്കിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് വരുമ്പോൾ ആ രാത്രിയിൽ നിങ്ങളെ ഉറങ്ങാൻ സഹായിക്കുന്ന ഘടകം എന്താ? നിങ്ങളുടെ മക്കൾ CEO ആണ് എന്ന് ഓർത്തുകൊണ്ട് കിടക്കാൻ പറ്റുമോ? നിങ്ങൾ ഓടിക്കുന്നത് ബെന്റ്ലി ആണ്, അത് ഓർത്തുകൊണ്ട് കിടക്കാൻ പറ്റുമോ? നിങ്ങളുടെ ആൾക്കാരൊക്കെ വലിയ ഉന്നതിയിൽ ജോലി ചെയ്യുന്നവരാ, അത് ഓർത്തുകൊണ്ട് കിടക്കാൻ പറ്റുമോ? The only one thing that will help you sustain through that dark night of yours is the assurance that you received through the gospel. എന്താ assurance? My death has been abolished. മരണത്തെ നോക്കി വെല്ലുവിളിക്കുവാൻ ഒരു ഭക്തന് മാത്രമേ കഴിയുള്ളൂ. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? Do you have that assurance? If so, you are truly saved. If so, you are a child of God. If so, you are in Christ. Otherwise, നിങ്ങളുടെ സാൽവേഷൻ നിങ്ങൾ ചോദ്യം ചെയ്യണം. ദൈവസന്നിധിയിൽ മുട്ടുമടക്കണം, ദൈവസന്നിധിയിൽ മടങ്ങി വരണം, ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെടണം, അപ്പ എന്ന് വിളിച്ചുകൊണ്ട് ചെല്ലണം. എനിക്ക് ഈ അഷ്വറൻസ് നൽകി തരാൻ പറയണം. ഈ ചെറിയ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ മുൻപോട്ട് ധൈര്യത്തോടെ പോകണമെങ്കിൽ you should have a true understanding of what the gospel offers. Gospel offer ചെയ്യുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ മരണം മാറി നമുക്ക് ജീവൻ നൽകി, നമുക്ക് അക്ഷയത ലഭിച്ചു. അവിടെ പറയുന്നേ ഇമ്മോർട്ടാലിറ്റി എന്നാ പറയുന്നേ. ഇമ്മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാത്രം പറയുന്ന പേരാണത്. എന്താ പറഞ്ഞേ? ധന്യനായ ഏകാധിപതി രാജാതിരാജാവ്, താൻ മാത്രം അമർത്യത ഉള്ളവൻ. That is what gospel offered us. That is what gospel offered us. Immortality. Our death is abolished. Dear ones, how do you move forward in life and in the ministry? Paul is exhorting his dear child, Timothy, his true child, Timothy, to move forward in life with assurance. എന്താ assurance? The faith in you is genuine. അപേക്ഷയോട് ചോദിച്ചാൽ അറിയും. ചോദിക്കണം, എങ്ങനെയാച്ചാ നിന്നെ? അവണ്ട് ഹിയർ. എങ്ങനെയാ നിന്നെ? ആ രാത്രിയിൽ എങ്ങനെയാ ഉറങ്ങിയേ? മനുഷ്യന്റെ വാക്കുകളൊക്കെ അഫലമായി പോയപ്പോ എങ്ങനെയാ വിശ്വാസത്തിൽ നിന്നെ? A true child will
withstand that kind of persecution and suffering because the Spirit of God is in him. The faith is genuine. The gift of God is genuine. The gospel he received offered eternal life. It abolished death. എനിക്ക് ഇവിടെ നിന്ന് ഒരു അരമണിക്കൂറോട് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു. എൻ്റെ മരണം മാറി, ജീവനും അക്ഷയതും എനിക്ക് ലഭിച്ചു. താൽക്കാലിക ജീവിതം കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രക്രിയയല്ല ക്രിസ്തീയ ജീവിതം. We are bound to eternity. We have the eternal life in us. ധൈര്യത്തോടെ ക്രിസ്തീയ ജീവൻ ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ. Let's stand in the presence of God. ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഈ കേട്ട വചനങ്ങളൊന്ന് അംഗീകരിക്കാമോ? ഇതൊന്ന് ഏറ്റെടുക്കാമോ? Let's praise God. Let's praise God. ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അവന്റെ നാമത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. Good morning, church. We're going to sing.